KH into RK Reunion by നെൽസൺ ദിലീപ് കുമാർ. സോഷ്യൽ മീഡിയയിൽ തീ പിടിപ്പിച്ചാണ് ഇപ്പോൾ ഒരു ഐറ്റം ഇങ്ങനെ വന്നേക്കുന്നത്. എൻ്റെ അപ്പോൾ രോമാഞ്ചിഫിക്കേഷൻ എന്നാണ് പറയേണ്ട. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അനിരുദ്ധ്, പൊളി പൊളി പൊളി. സ്വാഗ് ഇട്ട് ആര്? കമൽഹാസനെ കാട്ടിയും 2 സ്റ്റെപ്പ് മുകളിൽ ആര്? രജനീകാന്ത്. ഈക്വലിറ്റി ആയിട്ടുള്ള ഒരു ഒന്നും പറയുന്നില്ല, വിഷയം സാധനം ചെയ്തു വച്ചേക്കുകയാണ്. ഇതിലേറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം അനിരുദ്ധിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറെ ലെവൽ. 2 പേർക്കും ഈക്വലായിട്ട് ചെയ്തു വച്ചേക്കുകയാണ്. നമുക്കറിയുന്നൊരു കാര്യമാണ്, നെൽസൺ, ശിവകാർത്തികേയൻ, അനിരുദ്ധ് ഇവർ 3 ചേർന്ന് ഈ പ്രൊമോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ഇറക്കി വിടും. അത് ഏത് ലേബലിൽ എങ്ങനെ ചെയ്താലും ഹിറ്റ് തന്നെയാണ്. അതിനൊരു പ്രത്യേക ഫാൻ ബേസ് ഐറ്റമുണ്ട്. നേരത്തെ മദ്രാസി സിനിമയ്ക്കൊണ്ട് ഒരു കോംബോ വന്നെങ്കിൽ അത്ര അങ്ങ് കയറിച്ചില്ല. ശിവകാർത്തികേയൻ പിന്നെ മുരുകദാസ് അങ്ങനെ കുറച്ച് വന്നായിരുന്നു, അങ്ങ് ഏറ്റില്ല. അനിരുദ്ധൊക്കെ വന്നിട്ടൊന്നും അങ്ങോട്ട് ക്ലിക്കായില്ല. പക്ഷേ ക്ലിക്ക് ആവണമെങ്കിൽ ഒന്നി ശിവകാർത്തികേയൻ അനിരുദ്ധ് നെൽസൺ, ഇല്ലെങ്കിൽ നെൽസൺ അനിരുദ്ധ്, ഈ ഒരു കോംബോയിൽ കൂടെ സംഭവം വരാണെങ്കിൽ വേറെ ലെവൽ സംഭവമാണ് വരാൻ വേണ്ടി പോകണം. കിട്ടു സാധനമാണ് ഫോർമാറ്റ് ആകാൻ വേണ്ടി പോണത്, അങ്ങനെയാണ് പറയേണ്ടത്. അമ്മാതിരി ഒരു ഐറ്റമാണ് ഇപ്പം ഒന്നെടുത്ത് ഇറക്കിയിട്ടേക്കുന്നത്. 80, 70, 90 കാലഘട്ടങ്ങളിൽ തിളങ്ങി നിന്ന, അല്ലെങ്കിൽ ഒരു പ്രത്യേകത ഒരു ഫാൻ ബേസ് ഉണ്ട് 2 സൂപ്പർ സ്റ്റാർസ്. അങ്ങനെയല്ല അവരെ പറയേണ്ട. ഒരു ഉലകനായകനും ഒരു സൂപ്പർ സ്റ്റാർ എന്നാണ് പറയേണ്ട. അവരെ വെച്ച് ഈ ഒരു കാലത്ത് ഇങ്ങനെ ഒരു ഐറ്റം ഇറക്കിയ നെൽസൺ. ഇത് ഇറങ്ങിയ സമയത്ത് കുറേ പേർക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇതൊരു സിനിമയാണ് അതാ ഇനി വെറുതെ ഒരു പ്രൊമോ ആണെന്നൊരു അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റം എന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. സംഭവം ഇത് സിനിമ തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത്. സിനിമ തന്നെ ആയിരിക്കും. റെഡ് ഗെയിൻ മൂവീസിൻ്റെ ബാനറിൽ നെൽസൺ ഡയറക്ഷൻ, അനിരുദ്ധ്, ഉലകനായകൻ കമൽഹാസൻ, സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഉള്ള ഒരു പടം. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഐറ്റം ചെയ്ത് വച്ചേക്കുന്നത്. ഗംഭീരം തന്നെ പറയണം. രോമാഞ്ചി വെച്ച സ്വാഗൊക്കെ ഉണ്ടല്ലോ. ഇവർ 2 പേരും ഈ പ്രായത്തിൽ ഇത്ര ഒരു സ്വാഗ് കൊണ്ടുപോകണത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ലാലേട്ടൻ്റെ, മമ്മൂട്ടിയുടെ ഒരു പിക്ക് നമ്മൾ നേരത്തെ ഇങ്ങനെ കണ്ടായിരുന്നു. പാട്രിയോട്ട് സിനിമയിൽ വരാൻ വേണ്ടി പോകുന്ന ഇത് അതിനെയൊക്കെ കടത്തി വെട്ടണമെന്ന് എനിക്ക് തോന്നുന്നത്. ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള സ്വാഗിനെ കട്ടി ഇത് വേറെ ലെവലിട്ടുണ്ട്. ഇപ്പം നമുക്ക് കമൽഹാസൻ, രജനീകാന്ത്, മമ്മൂട്ടി, മോഹൻലാലിനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 4 പേരുടെ കോംബോയിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത് രജനീകാന്ത് തന്നെയാണ്. സ്റ്റൈലും അതിനൊക്കെ ഇങ്ങനെ വിളിക്കുന്നത് വെറുതെ ഒന്നുമല്ല, ഇങ്ങനെ കാരട്ട് തന്നെയാണ് വിളിക്കുന്നത്. ഗംഭീരമായിട്ടുണ്ട് ഭയങ്കര ഒരു സ്വാഗ്. അപ്പോൾ ഇനി സിനിമ ആയിട്ട് വരാൻ നേരത്തെ ഇനി ഇതിൽ കൂടുതലൊരു ബിഗ്ഗസ്റ്റ് ഹിറ്റാവും KH into RK Reunion എന്ന് പറഞ്ഞൊരു സംഭവം. ടൈറ്റിലൊക്കെ ഇനി മാറുമെന്ന് അറിയത്തില്ല, ഇനി മറ്റ് താരങ്ങളാരെ കൊണ്ടൊന്നും അറിയത്തില്ല, നായികമാരാണെന്ന് അറിയത്തില്ല, അങ്ങനെയൊക്കെയാണ് ഒരു പോകുന്നത്. അപ്പം നെൽസൺ അനിരുദ്ധ് കോംബോ പ്രോമോയിലുള്ള അടുത്ത സംഭവം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന് കുറേ നാൾ ഇതിന് ഒരു ട്രെൻഡിങ് സാധനം ഒരിക്കലും വരാൻ വേണ്ടി പോകുന്ന ആ ഒരു കാര്യം വെച്ച് ഇതാണ് KH into RK Reunion പ്രൊമോനെ പറ്റിയുള്ള റിവ്യൂ. സോ സിനിമ ഒരു ഹ്യൂജ് ഹിറ്റ് ചെയ്തിരിക്കും. കാരണം തെന്നിന്ത്യയിൽ 2 ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർസ്, ഒന്ന് ഉലകനായകൻ, ഒന്ന് സൂപ്പർ സ്റ്റാർ. ഇവർ വെച്ച് നെൽസൺ ഒരു സംഭവം എടുക്കാൻ നേരത്തെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചർച്ച വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. ലോകേഷ് കനകരാജ് എന്നൊരു ആളെപ്പറ്റിയാണ് ഇപ്പോൾ ഒരു സംസാര വിഷയം ഇങ്ങനെ പോകുന്നത്. അദ്ദേഹത്തിനെ കാട്ടിയും ഒരു ബെറ്റർ ആളല്ല നെൽസൺ എന്നാണ് പറയുന്നത്. ചിലപ്പം ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ അങ്ങനെ ഇരിക്കുക, പക്ഷേ ചില കോംബോയും അങ്ങനെയുള്ള ചില പടങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മുടെ നെൽസന് തന്നെ പോയിട്ട് വേറെ ആൾക്കാരുള്ളൂ. ബീസ്റ്റ് എന്നൊരു സിനിമ എടുത്തതിൻ്റെ പേര് ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളായിട്ട് നെൽസൺ ഇപ്പോൾ വേറെ ട്രാക്കിൽ കൂടെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിറങ്ങാൻ നേരത്ത് ഒരു ബിഗ്ഗസ്റ്റ് ഹിറ്റ്, ഒരു ജയിലർ പോലെയൊക്കെ ഒരു 1 തരംഗം ഉണ്ടാക്കുന്നു പ്രതീക്ഷിക്കുന്നു. ആ ഒരു കാര്യം വെച്ച് ഇതൊക്കെയാണ് KH into RK പ്രൊമോ റിവ്യൂ. ഇത്രയുള്ളൂ പറയാനായിട്ട്.